ഹരേ കൃഷ്ണ. ഇന്ന് വൈശാഖ മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏകാദശിയെക്കുറിച്ച് പറയുന്നതിനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഹിന്ദു ധർമ്മം അനുസരിച്ച് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വശ്യമനോഹരമായ മോഹിനി രൂപത്തെ ആരാധിക്കുന്ന ദിവസം. ഭക്തൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ കഴുകിക്കളയാനും മോക്ഷപ്രാപ്തി നൽകാനും ഉതകുന്ന ഒന്നാണ് മോഹിനി ഏകാദശി വ്രതം എന്നാണ് വിശ്വസിക്കുന്നത്. 2026 മോഹിനി ഏകാദശി വരുന്നത് ഏപ്രിൽ 27 ഏപ്രിൽ 27 എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച. ഏകാദശി തിഥി ഏപ്രിൽ 26, ഇന്ന് 6 PM ആരംഭിക്കുന്നത്. ഏകാദശി തിഥി നാളെ ഏപ്രിൽ 27 6:15 PM അവസാനിക്കുകയാണ്. വ്രതത്തിൻ്റെ പാരണ സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 28 രാവിലെ 5:43 മുതൽ 8:21 വരെയാണ്. ഇതിനുള്ളിലാണ് പാരണ വീടേണ്ടത്. മോഹിനി അവതാരം എന്ന് പറയുന്നത് ദേവാസുര യുദ്ധകാലത്ത് സമുദ്രമഥനത്തിലൂടെ ലഭിച്ച അമൃത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അസുരന്മാർ ശ്രമിച്ചപ്പോൾ ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു സ്വീകരിച്ച വേഷമാണ് മോഹിനി. അതിസുന്ദരിയായ സ്ത്രീരൂപം കൊണ്ട് അസുരന്മാരെ മോഹിപ്പിക്കുകയും അവർക്കിടയിൽ കലഹം ഉണ്ടാക്കി അമൃതദേവന്മാർക്ക് നൽകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഈ രൂപം ആദ്യമായി അവതരിച്ച ദിനമായാണ് വൈശാഖ ശുക്ല ഏകാദശിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഭഗവാനെ മോഹിനി രൂപത്തിൽ ധ്യാനിക്കുന്നത് മനസ്സിലെ മോഹങ്ങളെയും മായയെയും അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. ഇനി വ്രതകഥ എന്താണെന്ന് നോക്കാം. അതായത് ഈ വ്രതത്തിൻ്റെ മാഹാത്മ്യം. ത്രേതായുഗത്തിൽ സരസ്വതി നദീതീരത്ത് ഭദ്രാവതി എന്ന രാജ്യം വാണിരുന്ന നീതിമാനായ ഒരു രാജാവായിരുന്നു ദ്യുതിമാൻ. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ പുത്രനായ ധൃഷ്ടബുദ്ധി ദുർമാർഗിയായിരുന്നു. പിതാവ് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് ധൃഷ്ടബുദ്ധി ഒരിക്കൽ കൗണ്ഡിന്യ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ എന്തു ചെയ്യണം എന്ന് അദ്ദേഹം മഹർഷിയോട് ചോദിച്ചു. മഹർഷി അയാളോട് വൈശാഖ ശുക്ലപക്ഷത്തിലെ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു. വ്രതം ഭക്തിപൂർവം ആചരിച്ച ദൃഷ്ടബുദ്ധി സർവ്വപാപങ്ങളിൽ നിന്ന് മുക്തനാവുകയും പുണ്യവാനായി മാറുകയും ചെയ്തു എന്നാണ് പുരാണം. ആ വ്രതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനുള്ള വ്രതകഥയാണ് ഈ പറഞ്ഞത്. ഇനി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം. മോഹിനി ഏകാദശി വ്രതം ദശമി നാളിൽ തന്നെ ആരംഭിക്കണം എന്നാണ്. ദശമി ദിവസം, അതായത് ഇന്ന് പകല് ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ഒരിക്കലൂണാണ് പറയുന്നത്. പിന്നെ ഏകാദശി ദിവസം രാവിലെ ഏപ്രിൽ 27 അതിരാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായി വിഷ്ണു പൂജ നടത്തുക. പൂജ വീടുകളിൽ ചെയ്യണില്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രജപം ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമാണ് ജപിക്കാൻ പറയുന്നത്. പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങൾ കഴിച്ചിട്ടുള്ള വ്രതമോ എടുക്കാമെന്നാണ്. പകലുറക്കം പൂർണ്ണമായും ഒഴിവാക്കണം. പിന്നെ ദ്വാദശി നാളിൽ പിറ്റേന്ന് രാവിലെ തുളസി തീർത്ഥം സേവിച്ചിട്ടാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ പാരണ വീട്ടുക എന്ന് പറയുന്നത്. അറിഞ്ഞും അറിയാതെയും ചെയ്ത വലിയ പാപങ്ങളിൽ നിന്ന് മോഹിനി ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് മോചനം ലഭിക്കുന്നു എന്നാണ് പറയുക. അതേപോലെ മോഹിനി രൂപം മായയാണ് കുറിക്കുന്നത്. അപ്പോൾ ഈ വ്രതം എടുക്കുന്നതിലൂടെ ലൗകിക മോഹങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ സാധിക്കും എന്നാണ്. 1000 പശുക്കളെ ദാനം ചെയ്യുന്നതിനേക്കാൾ പുണ്യം മോഹിനി ഏകാദശി വ്രതത്തിലൂടെ ലഭിക്കുമെന്നും വിശ്വാസമുണ്ട്. സന്ധ്യാപ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്.
വൈകുന്നേരം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വ്രതത്തിൻ്റെ പുണ്യം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. മോഹിനി ഏകാദശി എന്ന് പറയുന്നത് വെറും ഒരു ഉപവാസമായിട്ട് കാണരുത്. അത് മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് കാണാം. മായയാൽ മറയ്ക്കപ്പെട്ട ലോകസത്യങ്ങളെ തിരിച്ചറിയാനും ശാന്തി നേടാനും ഈ വ്രതം നമ്മളെ സഹായിക്കും. എല്ലാവർക്കും ഇത്തവണത്തെ വൈശാഖ മാസത്തിലെ പ്രധാന ഏകാദശിയായ മോഹിനി ഏകാദശി വ്രത ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ.